വെൽക്കം ടു വീണാസ് വെല്ലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കേരച്ചൂരയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കേരച്ചൂര അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചേക്കുന്ന കേരച്ചൂരയാണ്. കണ്ടോ, അലുവ കഷ്ണം പോലെ ഇരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വൃത്തിയാക്കി വെച്ച കേരച്ചൂരയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ചൂരയ്ക്കകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ആവശ്യത്തിന് എടുക്കാം. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടെ എല്ലാം കൂടി ഇട്ടിട്ട് ഈ മീറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഈ ഇറച്ചിക്കകത്ത് നല്ല രീതിയിൽ മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും പിടിച്ചിരിക്കാനാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ബാക്കി പണി തുടങ്ങാം. അച്ചാർ വെക്കുന്നതിൽ ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ്. നല്ലെണ്ണയിൽ അച്ചാർ വെക്കുകയാണെങ്കിൽ കുറേ ദിവസങ്ങൾ ഇരിക്കുവേ. അത് ടിപ്പാണ്, എല്ലാവരും മനസ്സിലാക്കുക. എണ്ണ ചൂടായി ഇനി നമുക്ക് മീനിട്ട് കൊടുക്കുകയാണ്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മീൻ കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ്. നല്ല തിളച്ച് വരുന്നുണ്ട് എണ്ണ. ആ എണ്ണയിലോട്ട് നമ്മുടെ ആ കേരച്ചൂര ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു 10 മിനിറ്റോളമായി ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും മൂക്കാവുള്ളൂ കേട്ടോ. ഇനി മൂത്ത് കഴിഞ്ഞാൽ ശരിയാകത്തില്ല, കരിയും. ഇതുകൊണ്ട് തന്നെ നമ്മൾ വറുത്ത് കോരുകയാണ്. അങ്ങനെ നമ്മൾ മീനെല്ലാം വറുത്ത് വെച്ച് ഈ ഒരു മൂപ്പേ ആകാവുള്ളൂ കേട്ടോ. ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും, ടേസ്റ്റ് കാണത്തില്ല. അപ്പം നമ്മൾ സെറ്റായിട്ടുണ്ട്. ഇനി ആ എണ്ണയിട്ട് തന്നെ നമ്മൾ കടുക് ആദ്യം വറക്കുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ടല്ലോ, നമ്മൾ വറുത്ത് കോരി വെച്ചതല്ലേ, ആ എണ്ണയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കുറച്ച് വെളുത്തുള്ളി, ഒരു 2 അല്ലി വെളുത്തുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 3 പച്ചമുളക് നടുവേ കീറിയത്, പിന്നെ ഇഞ്ചി ചതച്ചത്, ഒരു 4-5 തോട്ടുപുളി. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇഞ്ചി ഇട്ടിട്ടുണ്ട്. പൊട്ടിത്തെറിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് മൂക്കട്ടെ, ഇളക്കി കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇടുകയാണ്. വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് ഒന്ന് നല്ല രീതിയിൽ മൂത്ത് വരണം. ജസ്റ്റ് ഇളക്കി കൊടുക്കുകയാണ്. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുകയാണ്. ഇതിൽ തോട്ടുപുളിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇപ്പം മൂത്ത് വന്നിട്ടുണ്ട്. തോട്ടുപുളിയും കൂടി ഇട്ട് ഇളക്കി കൊടുക്കുകയാണ്. 1.5 സ്പൂൺ ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുരുമുളക് പൊടി 3 സ്പൂണ്. കാരണം നമ്മൾ ഇച്ചിരി എരിവ് വേണം. മുമ്പ് നമ്മൾ ആ മീൻ വറുത്തപ്പം കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇതും കൂടെ ആകുമ്പോൾ നല്ല എരിവായിരിക്കും കേട്ടോ. അച്ചാർ നല്ല എരിവ് വേണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ ഇളക്കി കൊടുക്കുകയാണ്. കറിവേപ്പില. ഇനി നമുക്ക് മെയിൻ സാധനം ഇട്ടിട്ടില്ല കേട്ടോ, മുളക് പൊടി ഇച്ചിരി ലാസ്റ്റ് ഇടാവുള്ളൂ, കാരണം അടിക്ക് പിടിക്കും. ഒരു 2 വലിയ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. സാധാ മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയല്ല, എരിവുള്ള മുളക് പൊടിയാണ്. കുറച്ച് ഉപ്പ്, പാകത്തിനുള്ള ഉപ്പ്. ഉപ്പിന്റെ അളവൊന്നും നമ്മൾ പറയുന്നില്ല, കാരണം കുറച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ. വറുത്തതിൽ ഉപ്പിട്ടിട്ടുണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. അച്ചാറിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് കായപ്പൊടിയും കൂടി ഇട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുകയാണ്. കുറേ നാൾ നിൽക്കാൻ വേണ്ടി വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലെണ്ണയും വിനാഗിരിയാണ് അച്ചാർ പൂക്കാതിരിക്കാൻ നമ്മൾ ചെയ്യുന്നത്. വിനാഗിരി ഒഴിച്ചു.
ഇനി നമ്മുടെ ആ വറുത്ത മീനൊക്കെ ഇതിലോട്ട് ഇടുകയാണ്. നമ്മൾ വെള്ളം ഒഴിക്കരുത് കേട്ടോ, വെള്ളം ഒഴിച്ചാൽ കുറേ നാളൊന്നും നിൽക്കത്തില്ല. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ അച്ചാർ സെറ്റായി വരുന്നുണ്ട്. ഇത് നാളെ കഴിക്കുമ്പോഴാണ് ഒന്നും കൂടെ രുചിയാകുന്നത് കേട്ടോ. മീനിൽ ആ പുളിയൊക്കെ പിടിക്കുന്നത് നാളെയാണ്. അമ്മേ നമ്മുടെ അച്ചാർ എങ്ങനെയുണ്ട് അമ്മേ? അപ്പം എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇത് ഒരുപാട് നാൾ നിൽക്കും, കേടാകത്തില്ല കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. വീനാസ് വേൾഡിനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോസുമായിട്ട് വീനാസ് വരും. ബൈ, ടേക്ക് കെയർ. ഓക്കെ അമ്മ? ഓക്കെ.